ദൈവപുത്രനായ പ്രജാപതിയുടെ 2 ലക്ഷണങ്ങൾ പറയുന്നു ഋഗ്വേദത്തിൽ. 2 ലക്ഷണങ്ങൾ. ഒന്ന്, ദൈവപുത്രനായ പ്രജാപതി രൂപത്തിൽ മനുഷ്യനും പ്രകൃതത്തിൽ സ്വഭാവത്തിൽ ദൈവം തന്നെയുമായിരിക്കും. 2, ദൈവപുത്രനായ പ്രജാപതി മനുഷ്യരൂപത്തിൽ ഭൂമിയിൽ വന്ന് മനുഷ്യവംശത്തിൻ്റെ പാപം മുഴുവൻ സ്വന്തം ശരീരത്തിൽ ആവഹിച്ച് ബലിയായി തീർന്ന് യാഗമായി തീർന്ന് മരിക്കും. പക്ഷെ ദൈവപുത്രനായതുകൊണ്ട് മരണമില്ലാത്തവനാണ്, അമരനാണ്. അതുകൊണ്ട് യാഗശേഷം വീണ്ടും ജീവനെ പ്രാപിക്കും. യജുർവേദത്തിൻ്റെ ബ്രാഹ്മണ ഗ്രന്ഥമായ ശതപഥ ബ്രാഹ്മണത്തിൽ ഈ യാഗത്തെക്കുറിച്ച് 7 യാഗവിധികളുണ്ട്. ഒന്ന്, യാഗസമയത്ത് ബലിപുരുഷന്റെ തലയിൽ മുള്ളുള്ള കാട്ടുവള്ളികൾ കൊണ്ട് മെനഞ്ഞ ഒരു കിരീടം ധരിപ്പിക്കണം. 2, കരചരണങ്ങളിൽ ഇരുമ്പാണി അടിച്ച് യൂപത്തിൽ ബന്ധിക്കണം. യാഗശാലയിൽ ബലിമൃഗത്തെ ബന്ധിക്കാൻ വേണ്ടി ഭൂമിയിൽ താഴ്ത്തിയ മരത്തൂണ് എന്നാണ് യൂപം എന്ന വാക്കിൻ്റെ അർത്ഥം. അങ്ങനെയുള്ള യൂപത്തിൽ മരത്തൂണിൽ കരചരണങ്ങളിൽ കൈകളിലും പാദങ്ങളിലും ഇരുമ്പാണി അടിച്ച് ബന്ധിക്കണം. 3, അപ്രകാരം ബന്ധിക്കുമ്പോൾ ബലിപുരുഷന്റെ അസ്ഥികൾ തകർന്നു പോകാൻ പാടില്ല. 4, മരണത്തിന് മുൻപ് ബലിപുരുഷന് സോമരസം പുളിച്ച മദ്യം കുടിക്കാൻ കൊടുക്കണം. 5, മരണശേഷം ബലിപുരുഷനെ പുതപ്പിച്ച കച്ച വസ്ത്രം ഹോതാക്കൾ പൂജാരികൾ പങ്കിട്ട് എടുക്കണം. 6, മരണശേഷം ബലിപുരുഷന്റെ ശരീരം മാംസം ഭക്ഷിക്കപ്പെടണം. 7, മരണശേഷം ബലിപുരുഷന്റെ രക്തം പാനം ചെയ്യപ്പെടണം. ഈ 7 യാഗവിധികളും ഹൈന്ദവ മതഗ്രന്ഥമായ ശതപഥ ബ്രാഹ്മണത്തിൽ പറയുന്ന 7 യാഗവിധികളും നസ്രായനായ യേശുവിൻ്റെ ക്രൂശീകരണത്തിൽ വളരെ കൃത്യമായി പാലിക്കപ്പെട്ടുവെന്നും അതുകൊണ്ട് തന്നെ യേശുവിൻ്റെ മരണം ഒരു സാധാരണ മരണമോ വധശിക്ഷയോ ഒന്നുമല്ല, അത് യഥാർത്ഥ യാഗമാണ്, യാഗവിധിപ്രകാരം തന്നെ നടന്ന യാഗമാണ്. ഈയിടെ ഒരാൾ പ്രസംഗിച്ചു, തിരുവട്ടാ കൃഷ്ണൻകുട്ടി അങ്ങനെ പ്രസംഗിച്ചു. അതുകൊണ്ടാണ് എനിക്ക് സംശയം. അപ്പോൾ ഈ പണ്ഡിതൻ പറഞ്ഞ് അങ്ങനെ വരാൻ വഴിയില്ല, അതൊക്കെ പാശ്ചാത്യ രാജ്യത്ത് ജെറുസലേമിലോ അവിടെ കണ്ടല്ലോ, എവിടെയെങ്കിലും അല്ലല്ലോ. മനസ്സിൽ ഈ സംശയങ്ങളുമായി എന്നെ വേദം വായിക്കാൻ പ്രേരിപ്പിച്ച മഹാനായ ബ്രാഹ്മണൻ്റെ അടുത്തേക്ക് ഞാൻ വീണ്ടും പോയി. അദ്ദേഹത്തോട് പറഞ്ഞു, സംശയമായിരിക്കുന്നു. ആദ്യം അദ്ദേഹം പറഞ്ഞത് മലയാളത്തിലാണ് എഴുതി വെച്ചിരിക്കുന്നത്, പിന്നെന്താ സംശയം, എനിക്ക് മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞു മനസ്സിലാകുന്നൊക്കെ ഉണ്ട്, പക്ഷെ സംശയം തോന്നുന്നു. സഹോദരങ്ങളെ, ഒരു വലിയ പണ്ഡിതനായിരുന്നുവെങ്കിലും ഹിന്ദുവായി ജനിച്ച് ഹിന്ദുവായി ജീവിച്ച ആ മനുഷ്യൻ, ഒരു വലിയ പണ്ഡിതനായിരുന്നുവെങ്കിലും ബ്രാഹ്മണനായി ജനിച്ച് ബ്രാഹ്മണനായി തന്നെ ജീവിച്ച ആ മനുഷ്യൻ, അദ്ദേഹം എന്നോട് പറഞ്ഞു സംശയിക്കാനൊന്നുമില്ല. ലോകമറിഞ്ഞ് മനുഷ്യനറിഞ്ഞ് ഭൂമിയിൽ വന്ന് മനുഷ്യവംശത്തിൻ്റെ പാപമോചനത്തിനും വീണ്ടെടുപ്പിനുമായി പരിശ്രമിച്ച് ആ പരിശ്രമത്തിൻ്റെ അവസാനം സ്വയം യാഗമായി തീർന്ന ഒരാളേ ഉള്ളൂ, അത് യേശുക്രിസ്തുവാണ്. യഥാർത്ഥ മതഗ്രന്ഥത്തിൻ്റെ ശാസനങ്ങൾ, ബോധനങ്ങൾ, ഉപദേശങ്ങൾ, സർവോപരി എന്നെ ഉപദേശിക്കുന്ന ബ്രാഹ്മണനായ ഈ ഗുരുനാഥൻ്റെ ഉപദേശം, ഇതെല്ലാം കൂടെ ചേർന്ന് വീണ്ടും എന്നെ ക്രൂശിതനായ ക്രിസ്തുവിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയപ്പോൾ ജീവിതത്തിൽ ആദ്യമായി ഞാനൊരു ബൈബിൾ കയ്യിലെടുത്തു. വിശ്വാസത്തോടെ ഒന്നുമല്ല, ഈ പഠനത്തിൻ്റെ ഭാഗമായി മാത്രം. ഞങ്ങൾ ഹിന്ദുക്കൾ മതഗ്രന്ഥങ്ങൾ വായിക്കാനെടുത്താൽ, വിശുദ്ധ ഗ്രന്ഥങ്ങൾ കയ്യിലെടുത്താൽ ആദ്യത്തെ പേജിൽ ആദ്യത്തെ വരി മുതൽ വായിച്ചു തുടങ്ങുന്ന പതിവില്ല, അങ്ങനെ വായിക്കാൻ പാടില്ല. പുസ്തകം തുറന്നെടുക്കുക എന്ന് പറയും. വെറുതെ ഇങ്ങനെ മറിച്ചെടുത്ത് വലത്തെ പേജിൽ ആദ്യത്തെ 7 വരിയും 7 അക്ഷരവും തള്ളിക്കളഞ്ഞ് ബാക്കി വായിക്കണം. അങ്ങനെ വായിക്കുമ്പോൾ അതിനകത്ത് ദൈവത്തിൻ്റെ സന്ദേശം ഉണ്ടാവും എന്നാണ് ഞങ്ങൾ ഹിന്ദുക്കളുടെ വിശ്വാസം. ഈ വിശ്വാസത്തോടെ, ഈ കാര്യത്തിൽ ദൈവത്തിന് എന്നോടുള്ള സന്ദേശം എന്താണെന്ന് അറിയണം എന്നുള്ള വിചാരത്തോടെ ഞാൻ ബൈബിൾ തുറന്നെടുത്തു. വലത്തെ പേജിൽ ആദ്യത്തെ 7 വരിയും 7 അക്ഷരവും തള്ളി ബാക്കി വായിച്ചു നോക്കി. എനിക്ക് കിട്ടിയ ആദ്യത്തെ ബൈബിൾ വാക്യം, ജീവിതത്തിൽ ആദ്യമായി ഞാൻ വായിച്ച ബൈബിൾ വചനം, ഞാനത് ഒരിക്കലും മറക്കുകയില്ല. എൻ്റെ ജീവിതത്തിൽ വളരെ വ്യക്തമായ ചലനമുണ്ടാക്കി. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 4-ാം അധ്യായം 12-ാം വാക്യം. മറ്റൊരുവനിലും രക്ഷയില്ല, ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നമ്മുടെ രക്ഷയ്ക്കായി നൽകപ്പെട്ട മറ്റൊരു നാമവുമില്ല,